ഇന്ന് നമ്മൾ ഓതിയത് സൂറത്ത് ബനി ഇസ്രായേലിലെ 30 മുതൽ താഴോട്ടേക്കുള്ള ആയത്തുകളിൽ ഏകദേശം 10-11 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വളരെ പ്രധാനപ്പെട്ട കൽപ്പനകളും നിരോധനങ്ങളുമാണ് ഉമ്മത്തിനോട് പറയുന്നത്. തൗറാത്തിലും ഇതുപോലെ ഖണ്ഡിതമായ കൽപ്പനകൾ അല്ലെങ്കിൽ നിരോധനകൾ, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്ന വരികളുണ്ട്. അതിന് സമമായി അതുപോലെയുള്ള വരികളാണ്, അതുപോലെയുള്ള ആയത്തുകളാണ് ഈ തുടങ്ങുന്ന വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ് അവിടെ മുതൽ താഴോട്ടേക്കുള്ള ഓരോരോ ആയത്തുകളും. ഒന്നാമത്തെ ആയത്ത് വലാ തഖ്തുലു ഔലാദകും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ, കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല. ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നിട്ട്. പണ്ട് കാലങ്ങളിലൊക്കെ കുഞ്ഞ് ജനിച്ചതിന് ശേഷമായിരുന്നു കൊന്നിരുന്നത്, ദാരിദ്ര്യം ഭയന്നിട്ട്. ഇന്നത് ജനിക്കാൻ പോകുന്നതിന് മുമ്പ് കൊന്നുകളയുന്നു, അബോർഷനായിട്ട് കൊന്നുകളയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സാധാരണഗതി നമ്മളെപ്പോഴും പറയുന്നതാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകളെ, കുഞ്ഞുങ്ങളെ കൊന്ന കാര്യം. 2 കാരണത്തിന്റെ പേരിലായിരുന്നു അക്കാലഘട്ടം. ജാഹിലിയത്ത് അത്രയും മോശം അവസ്ഥയായിരുന്നല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അറേബ്യയിലെ അവസ്ഥ. 2 കാരണങ്ങളുടെ പേരിലായിരുന്നു അവർ കുഞ്ഞുങ്ങളെ, ജനിച്ച കുഞ്ഞുങ്ങളെ കൊന്നത്. ഒന്ന്, ദാരിദ്ര്യം ഭയന്നിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലും. അതാവുമ്പോൾ ആൺകുട്ടികളെയും കൊല്ലും, പെൺകുട്ടികളെയും കൊല്ലും. ഒരാൾക്ക് 4-5 മക്കളുണ്ട്, പിന്നെയും കുഞ്ഞുങ്ങളുണ്ടാവുന്നു. പക്ഷെ കയ്യിൽ സമ്പത്തില്ല, പണമില്ല. അപ്പോൾ ദാരിദ്ര്യം വരും, ഇനിയും കുട്ടി ഉണ്ടായിക്കൊണ്ട് ദാരിദ്ര്യം വരും എന്ന് കരുതിയിട്ട് ജനിച്ച കുഞ്ഞിനെ കൊന്നുകളയുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. രണ്ടാമതായിട്ട് അവർ കുഞ്ഞുങ്ങളെ കൊല്ലാനുണ്ടായ കാരണം പെൺകുട്ടികളെ കൊന്നുകളയും. പെൺകുട്ടികൾ ജനിക്കുന്നത് ഒരു ന്യൂനതയായിട്ട്, ഐബായിട്ട് അവർ കണക്കാക്കിയിരുന്നു. അത് പിന്നീട് കാലക്രമേണ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പം ജനിച്ചതിന് ശേഷമല്ല കൊല്ലുന്നത്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊന്നുകളയാണ്. ജനിക്കുന്നതിന് മുമ്പ് അബോർഷൻ എന്ന് നമ്മളതിന് പേര് വിളിച്ചു. നമ്മളെ ഇന്ത്യയിൽ മാത്രമുള്ള ഏറ്റവും മോശം നിയമങ്ങൾ ഏറ്റവും മോശം എന്ന് വെച്ചാൽ അങ്ങനെ വെക്കേണ്ടി വന്നാണ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുന്നതിൻ്റെ അവിടെ ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, ഈ ഹോസ്പിറ്റലിൽ ലിംഗനിർണയം നടത്തൂല. ഗൾഫ് രാജ്യത്തിലൊന്നും അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എഴുതി വെക്കേണ്ടത് എന്തുകൊണ്ടാണ്? അത്രയും വലിയ അളവിൽ നമ്മളെ രാജ്യത്ത്, നമ്മളെ ഇന്ത്യയിൽ അത്രയും വലിയ അളവിൽ പെൺകുട്ടികൾ ജനിക്കാൻ പോകുന്ന കുട്ടി പെൺകുട്ടിയാണ് നറുക്കെടുക്ക് കൊന്നുകളയുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. ആ ഒരു അവസ്ഥ വളരെ കൂടിയ തോതിലുള്ളതിൻ്റെ പേരിലാണ് അങ്ങനൊരു നിയമം അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെക്കേണ്ടി വരുന്നത്. മറ്റു രാജ്യങ്ങളിലൊന്നുമില്ല, അറബ് രാജ്യങ്ങളിലൊന്നുമില്ല. കാരണം അറബ് രാജ്യത്തിൽ ആൺകുട്ടി ജനിച്ചാലും പെൺകുട്ടി ജനിച്ചാലും, മുസ്ലിമുകളായ ആ ഭൂരിപക്ഷമുള്ള ആ നാടുകളിൽ അവർക്ക് ഏത് കുട്ടി ജനിച്ചാലും സന്തോഷമാണ്. പെൺകുട്ടി ജനിച്ചത് കൊണ്ട് വെപ്രാളില്ല, പേടില്ല. അവിടെയൊക്കെ പെൺകുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സന്തോഷവും റാഹത്താണ് അവർക്കുള്ളത്. പക്ഷെ നമ്മളെ നാട്ടിൻ്റെ ഏറ്റവും വലിയ സംസ്കാരക്കേടാണ് പെൺകുട്ടി ജനിക്കുമ്പോഴത്തേന് പേടി. നിനക്ക് 3ാമത് പെൺകുട്ടിയാളെ പോയി മോനെ, അറണ്ടാക്കണ്ടേ? പെൺകുട്ടി ജനിക്കുമ്പോഴത്തേന് പറഞ്ഞത് അറണ്ടാക്കണ്ടേ ചോദിക്കുക കണ്ണൂരൊക്കെ. കുട്ടി ജനിച്ചിട്ടില്ല, കുട്ടി ഇന്ന് രാവിലെ ജനിച്ചിട്ടുള്ളൂ, ചെവിയിൽ ബാങ്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പത്തേനും ഉപ്പാരോട് പറയുന്നത് പോയി എൻ്റെ കാര്യം പോയി അറണ്ടാക്കണ്ടേ. അത് നമ്മളായി ഉണ്ടാക്കിയ അനാവശ്യമായിട്ടുള്ള അനർഭാട ചെലവുകളാണ്. ഇസ്ലാമിക വിവാഹ നിയമപ്രകാരം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൽ ആ പെൺകുട്ടിയുടെ ഉപ്പാക്ക് 5 രൂപയുടെ ചെലവില്ല എന്നാണ്. 5 റുപ്യയുടെ ചെലവില്ല എന്നാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി വിവാഹത്തിന് അണിയേണ്ട വസ്ത്രം, വിവാഹത്തിന് ശേഷം അണിയേണ്ട വസ്ത്രം, വിവാഹത്തിന് അണിയേണ്ട ആഭരണങ്ങൾ, മഹർ, ഇതെല്ലാം ഭർത്താവാണ് നൽകേണ്ടത്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് വലിയ അളവിൽ എന്തുപോയി, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സ്ത്രീധനമൊക്കെ കുറഞ്ഞു, നമ്മൾ മലബാർ ഭാഗങ്ങളിലൊക്കെ സ്ത്രീധനമൊക്കെ കുറഞ്ഞു. പക്ഷെ അത് സ്ത്രീധനമില്ലാത്ത അനാവശ്യമായിട്ടുള്ള വേറെ ചെലവുകളിലേക്ക് പോയിട്ടുണ്ട്, അറ പോലുള്ള ചെലവുകൾ. ഇനിയിപ്പോൾ യുവാക്കൾക്കും ആവശ്യമില്ലാത്ത പ്രയാസം ഉണ്ടാകാണ്. വിവാഹം കഴിക്കുന്ന, നിക്കാഹ് കഴിക്കുന്ന സമയത്ത്, എൻഗേജിൻ്റെ സമയത്ത് ഐഫോൺ നിർബന്ധമായിട്ട് കൊടുക്കണം, 1 ലക്ഷം രൂപയുടെ വിലയുള്ള ചോക്ലേറ്റുകൾ കൊടുക്കണം. നമ്മളായിട്ട് ഉണ്ടാക്കിയ അനാർഭാട് ചെലവുകളാണ്.
അതിൻ്റെ പേരിലാണ് ഇത്രയും അവസ്ഥകളിലേക്ക് പോകുന്നത്, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന, മക്കളെ കൊല്ലുന്ന അവസ്ഥ. അപ്പോൾ അബോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ. അബോർഷൻ ചെയ്ത് കളയാൻ പറ്റുമോ? ഇസ്ലാമിൽ അബോർഷൻ ചെയ്ത് കളയാൻ പറ്റുന്ന 2 സാഹചര്യം മാത്രമേ ഉള്ളത് അബോർട്ട് ചെയ്യുകകളും. ഒന്ന്, കുഞ്ഞൊരു കാരണവശാലും വയറ്റിൽ തുടരാൻ സാധ്യതയില്ലാത്ത അവസ്ഥ. ഒരു കാരണവശാലും കുഞ്ഞു വയറ്റിൽ എന്തെങ്കിലും തുടരാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ആ വയറ്റിൻ്റെ അകത്തുള്ള കുഞ്ഞിനുണ്ടാകുക. രണ്ടാമത്തത്, ആ കുഞ്ഞ് വയറ്റിനകത്ത് തുടരുന്നുണ്ടെങ്കിൽ ആ ഉമ്മാക്ക് മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക. ഇവർ രണ്ടുപേരുടെയും ആഫിയത്തിന്, ഇവർ രണ്ടുപേരുടെയും ആരോഗ്യത്തെ, ഇവർ രണ്ടുപേരുടെയും ജീവനെ അപകടമാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അബോർട്ട് ചെയ്യാനുള്ള അനുവാദമല്ലോ. അതല്ലാതെ അബോർട്ട് ചെയ്ത് കളയൽ കൊലക്ക് തുല്യമാണ്, കൊല്ലുന്നതിന് തുല്യമാണ്. ഈ 4-ാം മാസം കഴിഞ്ഞതിന് ശേഷം, ശരീരത്തിന്റെ ഏകദേശം കോലങ്ങളൊക്കെ രൂപപ്പെട്ടതിന് ശേഷം 4-ാം മാസത്തിന് മുമ്പ് അബോർട്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ അത് ചോരയിൽ കൂടി ഒഴുകിപ്പോയിക്കോളും, ബ്ലഡിൽ കൂടി ഒഴുകിപ്പോവും. അതല്ലാതെ 4-ാം മാസമൊക്കെ കഴിഞ്ഞിട്ടും അബോർട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? അത് ഗർഭപാത്രത്തിന്റെ അകത്തേക്കൊരു ക്ലിപ്പിടും, ഒരു ക്ലിപ്പ്. ആ ക്ലിപ്പ് ഇട്ടിട്ട് അകത്തുള്ള കുഞ്ഞിനെ ഓരോരോ പീസായിട്ട് എടുത്ത് പുറത്തു വെക്കലാണ്. അത് ചെയ്യുന്ന സമയത്ത് പിന്നെ ആദ്യം മരുന്ന് കൊടുത്തിട്ട് കുഞ്ഞിനെ കൊല്ലും. കൊന്നതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഉള്ളിലേക്ക് ക്ലിപ്പിട്ടിട്ട് അതിനുശേഷം ഒരു തുണി വിരിച്ചിട്ട് ആ തുണിയിൽ ഉള്ളിൽ നിന്നെടുക്കുന്ന ഓരോ പീസുകൾ വെക്കും. എന്തിനെന്നറിയോ? അകത്തുണ്ടായിരുന്ന കുഞ്ഞിന്റെ എല്ലാ ശരീരാവയവങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ടോ. അപ്പോൾ ഒരു 8-ാം മാസം ഒരു അച്ഛനും അമ്മയും തീരുമാനിക്കാന്ന് കുഞ്ഞിനെ അബോർട്ട് ചെയ്യാം, നമുക്ക് വേണ്ട. നമ്മളിത് തമാശല്ല, നമ്മളെ നാട്ടിൽ നടക്കുന്നില്ലേ, നമ്മളെ മാപ്പിളാർ ചെയ്യുന്നില്ലേ? എത്ര അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. കുഞ്ഞുണ്ടായി പെട്ടെന്ന് ഒരു 8-ാം മാസം 7-ാം മാസമൊക്കെ ആകുന്ന സമയത്തായിരിക്കും ഇയാൾ ജോലി പോവുക, ഗൾഫിൽ ജോലി പോയതായിരിക്കും. എന്നാ ഇപ്പം നമുക്ക് വേണ്ട, ഇതും ഒഴിവാക്കാം. സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിൽ, നമ്മളെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് 7 മാസവും 6 മാസവും 8 മാസമൊക്കെ എത്തിയ കുഞ്ഞിനെ ഒഴിവാക്കാൻ പറ്റുക? 4-ാം മാസം കഴിഞ്ഞാൽ കുഞ്ഞിന് ജീവനുണ്ടാവും, കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പുണ്ടാവും. അത് കഴിഞ്ഞ് 5, 6, 7 മാസമൊക്കെ ആകുന്ന സമയത്ത് ശരീര അവയവങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാവും, ഒരു ശരിയായ മനുഷ്യക്കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. ആ കുഞ്ഞിനെയാണ് ഉള്ളിലേക്ക് വിഷം നൽകിയിട്ട് കൊല്ലുന്നത്. ആ കൊന്നിട്ട് ആ ശരീരത്തിലെ ഓരോരോ പാർട്സുകളെ പുറത്തൊരു തുണിയിൽ വിരിച്ചുന്ന രീതിയിൽ ഇതെല്ലാം എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ കാലിയായി. അത് പരച്ചയായ കൊലക്ക് തുല്യാണ്. അള്ളാഹു പറയുന്നു, നഹ്നു നർസുഖുഹു വയ്യാക്കും, അവർക്കും നിനക്കും റിസ്ക് തന്നത് ഞാനാണ്, നിന്റെ കൈ കൊണ്ടല്ല, നീ ഉണ്ടാക്കിയത് കൊണ്ടല്ല, നീ അധ്വാനിച്ചുകൊണ്ടല്ല, ഞാനാ റിസ്ക് നൽകിയത്. എപ്പോഴാണ് ഒരു മനുഷ്യൻ അബോർട്ട് ചെയ്യുന്നത്? എൻ്റെ റിസ്ക് കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ടാണ് എൻ്റെ മക്കൾക്ക് സമ്പത്ത് കിട്ടുന്നത്, എൻ്റെ മക്കൾക്ക് തിന്നാൻ കിട്ടുന്നത് എന്നൊരു മനുഷ്യൻ വിചാരിക്കുന്നിടത്താണ് ഈ അബോർട്ടൊക്കെ ചെയ്യുന്നത്. അതേസമയത്ത് റിസ്ക് പടച്ചോന്റെ കയ്യിലാന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് അയാൾ അബോർട്ട് ചെയ്യുന്നത്? ഇന്ന ഖത്ലഹും കാന ഖത്അൻ കബീറ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളത് കാന ഖത്അൻ കബീറ, വലിയ പാപമാക്കുന്നു. ഖത്അൻ കബീറ. ഇപ്പം സന്താന നിയന്ത്രണം, കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാം. നമ്മളെ രാജ്യത്ത്, ഇന്ത്യയിൽ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി. പക്ഷെ നമ്മുടെ രാജ്യത്ത് ആ നിയമം വന്നിട്ടില്ല. പക്ഷേ നമുക്ക് മുമ്പൊക്കെ വളരെ സ്ട്രോങ് ആയ രീതിയിൽ ആ നിയമം ഫോളോ ചെയ്ത രാജ്യമായിരുന്നു ചൈന. ഇന്ത്യയേക്കാൾ ജനസംഖ്യ കൂടുതലുള്ള രാജ്യമായിരുന്നല്ല ചൈന മുമ്പുള്ള വർഷങ്ങളിലൊക്കെ. ഏകദേശം 2024 സമയത്താണ് അത് മാറിയത്. ഒരുപാട് വർഷക്കാലം അവർ ആ നിയമം ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 2 മക്കൾ മാത്രം, ഒരാൾക്ക് 1 കുഞ്ഞ് മാത്രം എന്നുള്ള നിയമം ഫോളോ ചെയ്തു. അവസാനം ചൈനക്ക് എന്താ സംഭവിച്ചത്? ചൈന അവരുടെ രാജ്യത്തിന്റെ വളർച്ചയെ ചെയ്ത ഏറ്റവും വലിയ മണ്ട നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത്. എന്താ? സന്താന നിയന്ത്രണം. എന്താ അതുകൊണ്ടുണ്ടായ പ്രശ്നം? ഇന്ന് ചൈനയിലെ വൃദ്ധർ ഒരുപാടുണ്ട്. കാരണം ഈ നിയമം വരുന്നതിന് മുമ്പ് ആളുകൾ എന്ത് ചെയ്യും? 4, 5, 6, 7 ഒക്കെ പ്രസവിക്കായിരുന്നു, അത്രയും കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ കഴിഞ്ഞ ജനറേഷനിൽ എന്തുണ്ടാവും? 4, 5, 6 ആൾക്കാരുണ്ടാവും. ഒരാൾക്ക് തന്നെ 4, 5, 6 ആൾക്കാരുണ്ടാവും. അവർ ഇപ്പം വയസ്സരായി, അവർ വൃദ്ധരായി. പക്ഷെ ഈ ജനറേഷനിൽ എത്തുന്ന സമയത്ത് ഒരാൾക്ക് 1, 2 കുട്ടികളുണ്ടാവും. അപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ ചൈനയിൽ യുവാക്കൾ കുറവാണ്. മീൻസ് തൊഴിലെടുക്കുന്ന ആളുകൾ കുറവാണ്, വൃദ്ധർ വളരെ കൂടുതലാണ്.
ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ആ രാജ്യത്ത് യങ് ആയിട്ടുള്ള ആരോഗ്യമുള്ള ആളുകൾ കൂടുതൽ ഉണ്ടാകുക എന്നുള്ളത്. അതിന്റെ ഏറ്റവും ഓപ്പോസിറ്റാണ് ഇപ്പോൾ സംഭവിച്ചത്. അവർക്ക് ആ നിയമം തിരുത്തേണ്ടി വന്നു. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നവർ പ്രോത്സാഹിപ്പിക്കേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തസവ്വജു അൽ വദൂദുൽ വലൂദ്, നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കണം. വൽ വലൂദ്, കൂടുതലായി പ്രസവിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കണം. അങ്ങനെ ഒരു പെണ്ണ് കൂടുതൽ പ്രസവിക്കുക എന്ന് മനസ്സിലാക്കുക, അത് ആ പെൺകുട്ടിയുടെ ഉമ്മാനെ നോക്കിയാൽ മതി, അവരുടെ ഫാമിലി സിറ്റുവേഷൻ നോക്കിയാൽ മതി. ഫാമിലിയിൽ ഉമ്മാക്ക് കുറെ മക്കൾ ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. തുറന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നി മുകാസിറുൻ ബിക്കും അൽ അംബിയ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അംബിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ ഉമ്മത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്ന വിഷയത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. അള്ളാഹു ആണ് മനുഷ്യനെ ജനിപ്പിക്കുന്നെങ്കിൽ ഓരോ കുഞ്ഞിനുമുള്ള റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇസ്രാഫ് കാണിക്കാനും ആർഭാനം കാണിക്കാനുള്ള സമ്പത്ത് ഇവിടെ നിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളൂ. ഖൈർ. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. വലാ തഖറബു സിന, ഒന്നാമത് പറഞ്ഞ നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തേതായി പറഞ്ഞത് വലാ തഖറബു സിന, നിങ്ങൾ സിനയോട് അടുക്കരുത്. ഇവിടെ വലാ തസ്നു എന്നുള്ള അറബി പദമല്ല ഉപയോഗിച്ചത്. വലാ തസ്നു വെച്ചാൽ നിങ്ങൾ സിന, വ്യഭിചാരം ചെയ്യരുത് എന്നർത്ഥം. പക്ഷെ ഇവിടെ ഉപയോഗിച്ച വലാ തഖറബു സിന, നിങ്ങൾ സിനയോട്, വ്യഭിചാരത്തോട് അടുക്കരുത്. എന്താ വ്യഭിചാരത്തോട് അടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒറ്റയടിക്ക് വ്യഭിചാരത്തിലേക്ക് എത്തിച്ചേരൂല. പതിയെ 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 പതിയായിട്ടാണ് എന്ത് ചെയ്യുക, വ്യഭിചാരത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുക. വ്യഭിചാരത്തിന്റെ ഏറ്റവും തുടക്കം കണ്ണുകൊണ്ടുള്ള നോട്ടാണ്, പിന്നെ നാവ് കൊണ്ടുള്ള സംസാരമാണ്, പിന്നെ ഒരുമിച്ച് ഒരേ സമയം സ്പെൻഡ് ചെയ്യലാണ്, പിന്നെ ഒരുമിച്ച് ഒരേ സ്ഥലത്താവലാണ്, പിന്നെ ആത്മബന്ധം രൂപപ്പെടലാണ്, പിന്നെ വ്യഭിചാരത്തിലേക്ക് എത്തലാണ്. അപ്പോൾ ഇത് അതിൻ്റെ തുടക്കത്തിലേക്ക്, അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോലും നിങ്ങൾ അടുക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. മീൻസ് കണ്ണുകൊണ്ടുള്ള നോട്ടത്തിന് പോലും നിങ്ങൾ നിൽക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്നളറത്തു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷം പുരട്ടിയിട്ടുള്ള അമ്പുകളിൽ ഒന്നാണ് കണ്ണുകൊണ്ടുള്ള നോട്ടം. കണ്ണുകൾ കൊണ്ട് ഹറാമായ മഹറമല്ലാത്ത ഒരു സ്ത്രീയിലേക്ക്, അന്യയായ ഒരു പെണ്ണിലേക്ക് നോക്കുക എന്നുള്ളത് കണ്ണുകൾ കൊണ്ട് ചെയ്യുന്ന പാപങ്ങളാണ്. വിധങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇബ്ലീസിന്റെ വിഷം പുരട്ടിയ അമ്പുകൾ ഒന്നാണത്. കാരണം എന്താ, കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് താല്പര്യങ്ങളുണ്ടാവും. മൻ തറക്കഹു ഖൗഫൻ മിനല്ലാഹി അതാഹുല്ലാഹു ഈമാനൻ യജിദു ഹലാവതഹു ഫി ഖൽബിഹി. ആരെങ്കിലും അള്ളാഹുവിനോടുള്ള ഭയത്തിന്റെ പേരിൽ അങ്ങനെ കണ്ണുകൾ കൊണ്ട് അന്യയായ സ്ത്രീയിലേക്ക് നോക്കുന്നത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവന് അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഈമാനിന്റെ മാധുര്യം ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കും. മഹാന്മാരായ ഉലമാക്കൾ, സലഫ് സ്വാലിഹ്യങ്ങളായ പണ്ഡിതന്മാർ പറയാനുണ്ട്, മൻ ഗല്ല ബസറഹു അനിൽ മഹാരിം, ആരെങ്കിലും തൻ്റെ കണ്ണുകളെ ഹറാമായ കാര്യത്തിൽ തൊട്ട് അടച്ചാൽ, വഖഫ നഫ്സഹു അനി ശഹവാത്ത്, വികാരങ്ങൾ ഉണ്ടായിട്ടും ആ വികാരങ്ങളൊക്കെ പിടിച്ചു വെച്ചാൽ, വഅക്കല മിനൽ ഹലാൽ, ഹലാലായ ഭക്ഷണവും കഴിച്ച് ജീവിച്ചാൽ, ലം തുഖ്തി ഫറാസതുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് അവന് വലിയ ദീർഘവീക്ഷണം കിട്ടും. ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ദീർഘവീക്ഷണം ഒരാൾക്ക് കിട്ടുക 3 കാര്യം ചെയ്താലാണ്. ഒന്ന്, കണ്ണിനെ സൂക്ഷിച്ചാൽ; രണ്ടാമത്തത് ശഹ്വത്തുകളെ സൂക്ഷിച്ചാൽ; മൂന്നാമത്തത് ഹലാലായ ഭക്ഷണം മാത്രം കഴിച്ച് ജീവിച്ചാൽ. ഇന്നഹു കാന ഫാഹിഷതൻ വസഅ സബീല, ആ സിനയോട് അടുക്കുക എന്നുള്ളത് ഫാഹിഷതൻ, അത് മ്ലേച്ഛമായ കാര്യമാണ്. വസഅ സബീല, ഏറ്റവും മോശം കാര്യങ്ങളിലൊന്നാണ്, ഏറ്റവും മോശം. അപ്പൊ സിനയോട് അടുക്കരുത്. സിനയോട് അടുക്കാതിരിക്കാൻ വേണ്ടി ദീനിൽ ഒരുപാട് കാര്യങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വസ്ത്രം.
യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസ യുവാരി സൗആതിക്കും വരീഷ വലിബാസു തഖ്വ ദാലിക ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി പറഞ്ഞു, അല്ലയോ ആദമിന്റെ സന്തതികളെ, നിങ്ങൾക്ക് അണിയാൻ വേണ്ടിയുള്ള വസ്ത്രത്തെ ഞാനാണ് നിങ്ങൾക്ക് ശരിപ്പെടുത്തി തന്നത്. ഇല്ലേ, നമ്മൾ അണിയുന്ന വസ്ത്രങ്ങൾ, പരുത്തിക്കുരുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കോട്ടൺ വസ്ത്രം ഉണ്ടാക്കുന്നു. ഒരു പുയുവിൽ നിന്ന് നമ്മൾ ഒരു പുയുവിൽ നിന്ന് നമ്മൾ പട്ടുവസ്ത്രം ഉണ്ടാക്കുന്നു. ഒരു ചെടിയിൽ നിന്ന് നമ്മൾ ലിനൻ വസ്ത്രം ഉണ്ടാക്കുന്നു. പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ നൈലോണും പൊളിത്തീനില്ല, നൈലോണും പിന്നെ ഒരു ഇതുണ്ടല്ലോ, കൃത്രിമം നൂലെന്താ, നൈലോണും പിന്നെ ഒരു നൂലും കൂടില്ലേ, പോളിത്തീനാ? ഓക്കെ. നൈലോൺ പോളിത്തീൻ പോലുള്ളത് പെട്രോളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പെട്രോളിന്റെ വേസ്റ്റാണ് നൈലോണും പോളിത്തീനും. പട്ടായി, പിന്നെ കോട്ടണായി, പിന്നെ ലിനനായി, പറയുന്നത് വിട്ടുവിനോ? കമ്പിളി. ഒരു ആടിന്റെ രോമത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കമ്പിളി വസ്ത്രം നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പൊ മനുഷ്യന് ധരിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്ത്രത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇത്രയും അത്ഭുതകരമായിട്ട് അള്ളാഹുവാണ് ഭൂമിയിൽ സംവിധാനിച്ച്. അള്ളാഹു പറയുന്നത് യുവാരി സൗആതിക്കും വരീഷ, എന്തിനാ നിങ്ങളുടെ വസ്ത്രം? നിങ്ങൾ ഔറത്തും മറക്കാൻ പറ്റണം, നിങ്ങൾക്ക് ഭംഗിയും ഉണ്ടാക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു വലിബാസു തഖ്വ ദാലിക ഖൈർ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം തഖ്വയുടെ വസ്ത്രമാണ്. തഖ്വയുടെ വസ്ത്രം എന്താ? തഖ്വയുടെ വസ്ത്രം, ആണിനും തഖ്വയുടെ വസ്ത്രമുണ്ട്, പെണ്ണിനും തഖ്വയുടെ വസ്ത്രമുണ്ട്. ആണിനെ സംബന്ധിച്ചിടത്തോളം പട്ട് ധരിക്കാൻ പാടില്ല, സ്വർണം ധരിക്കാൻ പാടില്ല. ആണ് അഹങ്കാരികളെ പോലെ നിലത്തുകൂടി വസ്ത്രം വലിച്ചേക്കുന്ന രീതിയിൽ ആണുങ്ങൾ വസ്ത്രം ധരിക്കാൻ പാടില്ല. കിബിറിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല. കിബിറിന്റെ വസ്ത്രം, കിരീടമൊക്കെ ധരിക്കുക, രാജാക്കന്മാരുടെ കോലത്തിൽ നടക്കുക. രാജാക്കന്മാരുടെ കോലം കിട്ടില്ല, ഒരു പരവതാനി ഇതൊക്കെ ഇട്ട്, അങ്ങനെയുള്ള കിബിറിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേസമയത്ത് ഒരു മനുഷ്യര് ഭംഗി ഉണ്ടാക്കുന്ന രീതിയിലുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കാം. ആണുങ്ങൾക്കൊക്കെ നിഷ്കർഷിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങൾക്കും ഇതുപോലെ നിഷ്കർഷിച്ചിട്ടുണ്ട്. പക്ഷെ പെണ്ണുങ്ങളെ വസ്ത്രത്തെയും ആണുങ്ങളെ വസ്ത്രത്തെയും രണ്ട് രീതിയിലാണ്. അപ്പം പെണ്ണുങ്ങൾക്ക് പബ്ലിക് സ്പേസിലൊരു വസ്ത്രമുണ്ട്, പ്രൈവറ്റ് സ്പേസിലൊരു വസ്ത്രമുണ്ട്. അപ്പം നമ്മളൊരു പബ്ലിക് സ്പേസ് എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള സ്ഥലം, പ്രൈവറ്റ് സ്പേസ്, അവിടെ നമ്മൾ എന്താ ധരിക്കുക? നമ്മളവിടെ മുണ്ടിട്ട് മാത്രം നടക്കും, അല്ലെങ്കിൽ മുണ്ടും മനിയനും മാത്രം ഇട്ടിട്ട് നടക്കും, അല്ലെങ്കിൽ മുണ്ടും ടീഷർട്ടും ഇട്ട് നടക്കും, ഒരു കൈലിത്തുണി ഇട്ട് നടക്കും. അത് നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഇടുന്ന വസ്ത്രമാണ്. അതേ നമ്മൾ തൊട്ടടുത്തുള്ള മാർക്കറ്റിലേക്ക്, ഷോപ്പിലേക്ക്, എന്തെങ്കിലും കടയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ കൈലിത്തുണി നമ്മൾ മാറ്റൂലേ? നമ്മൾ പാൻറ് കുപ്പായ ഇടൂലേ? അല്ലെങ്കിൽ ആ കൈലിത്തുണി മാറ്റിയിട്ട് ഒരു വെള്ളമുണ്ട് നമ്മൾ എടുക്കൂലേ? അത് ആണുങ്ങൾ പോലും നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ സ്വീകരിക്കുന്നൊരു വളരെ മാനേഴ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഇതുപോലെയാണ് പെണ്ണുങ്ങൾ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, അന്യരായിട്ടുള്ള ആണുങ്ങൾ ഉള്ള ഇടങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവരവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും മറക്കണം. മുഖവും മുൻകൈ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും മറക്കണം. അതേ സമയത്ത് അവൾ വീട്ടിൻ്റെ അകത്താണുള്ളത്, അവളുടെ പ്രൈവറ്റ് ഏരിയയിലാണുള്ളത്, അവളുടെ ഭർത്താവും കുഞ്ഞുങ്ങളും മാത്രമുള്ള, ഉമ്മയും ഉപ്പയും മാത്രമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവൾക്ക് തല തുറന്നിടാം. അവൾക്കൊക്കെ അവളുടെ കയ്യോ കാലോ കണ്ട പ്രശ്നമില്ല. അപ്പൊ ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? ധരിക്കേണ്ടത്. ശരി, അത് അവൾക്ക് കൂടി റാഹത്താണ്, അവൾക്ക് കൂടി കംഫർട്ടാണ്, അവൾക്ക് കൂടി സംരക്ഷണമാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചു, ഒരു സിനയിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെ എത്തുക? ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവന് ലൈംഗിക വികാരം തോന്നുക കണ്ണിൽ കൂടിയാണ്. അള്ളാഹു ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ അള്ളാഹുവിനാണ് മനുഷ്യന്റെ നിയമങ്ങൾ പറയാനുള്ള ഏറ്റവും കൂടുതൽ അവകാശമുള്ളത്. അള്ളാഹുവിനാണ് മനുഷ്യന്റെ വിചാരങ്ങൾ അറിയുന്നത്. ആണിന് എങ്ങനെയാണ് വികാരം ഉണ്ടാകുക? ആണിന്റെ വികാരം ഏറ്റവും പ്രധാനം ഉണ്ടായ കണ്ണിൽ നിന്നാണ്. ഒരു അന്യായ പെണ്ണിന്റെ ശരീരം കാണുന്ന സമയത്ത് അവന്റെ ശരീരത്തിന്റെ അകത്ത് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ആദ്യം കാണുന്ന സമയത്ത് അവന്റെ തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. ആ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആണിന് ആനന്ദം ഉണ്ടാവും, ആണിന് രസം അനുഭവപ്പെടും. ഡോപ്പമൈൻ എന്ന് പറയുന്ന കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ആണിന് ലൈംഗിക താല്പര്യം, വികാരം ഉണ്ടാവും. ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരൊറ്റ കണ്ണിന്റെ നോട്ടത്തിൽ കൂടെ ഉണ്ടാകുന്നത്. പക്ഷെ ഇതേ അളവിലുള്ള ഡോപ്പമൈനോ ടെസ്റ്റോസ്റ്ററോണോ ആരിലില്ല? പെണ്ണിലില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആണിനെ കാണുകയാണ്, ഒരു ആണിനെ കണ്ടു, അല്ലെങ്കിൽ ആണിന്റെ നഗ്നത കണ്ടാലൊന്നും പെണ്ണിന് എന്തോ ചെയ്യില്ല, വികാരം വരൂല, പെണ്ണിന് ഡോപ്പമൈൻ വളരൂല, പെണ്ണിന്റെ ടെസ്റ്റോസ്റ്ററോൺ കൂടൂല. അതാണ് പറഞ്ഞത്, പെണ്ണ് മറക്ക്,
ആണെന്ത് ചെയ്യണം? കണ്ണടക്കണം. പെണ്ണിനോട് മറക്കാൻ മാത്രമല്ല പറഞ്ഞത്, ആണിനോട് കണ്ണടക്കാനും പറഞ്ഞിട്ട് കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫദു ഫുറൂജഹും. അല്ലാഹുവിന്റെ റസൂലെ മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കൂ, അവരവരുടെ കണ്ണുകൾ അടക്കട്ടെ. പെണ്ണ് വസ്ത്രം ധരിക്കണം, വസ്ത്രം മറക്കണം, ആണെന്ത് ചെയ്യണം? ഇത് മറക്കണം. ഇനിയിപ്പോ ഒരു പെണ്ണ് മുഖവും മുൻകൈയും കൂടാതെ അവൾ മുഖം കൂടി മറക്കുന്നുണ്ട്, നിക്കാബ് എന്ന് നമ്മൾ പറയും. അത് കൂടുതൽ തഖ്വയാണ്, കൂടുതൽ സൂക്ഷ്മതയാണ്, കൂടുതൽ കംഫർട്ടാണ്. പ്രത്യേകിച്ച് വളരെ പബ്ലിക് ആയിട്ടുള്ള ഏരിയയിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാണ്. ആ സമയത്തൊക്കെ പെണ്ണെന്ത് ചെയ്യാം? മുഖവും മുൻകൈയും മാത്രം ധരിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾ ആ സമയത്ത് നിക്കാബ് ധരിക്കാം. അത് കുറച്ചും കൂടി കംഫർട്ടാണ്, അവളുടെ മുഖം കൂടി ആരും കാണൂല. അതേസമയത്ത് കുടുംബക്കാരും മറ്റൊക്കെ ഉള്ള കല്യാണത്തിൽ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് മുഖവും മുൻകൈ ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മറക്കാം. രണ്ടും സ്വീകരിക്കാം, രണ്ട് രീതികളും സ്വീകരിക്കാം. സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൻ നൂർ അല്ലാഹു പറഞ്ഞു വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. സ്ത്രീകൾ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പുറത്ത് അവരുടെ പബ്ലിക് സ്പേസിലേക്ക് ഇറങ്ങേണ്ടത്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെയുള്ള അയിഞ്ഞാട്ടങ്ങൾക്ക് സ്ത്രീകൾ നിൽക്കരുത്. അത് അവർക്ക് തന്നെയാണ് ഭവിഷ്യത്തായി ഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, സിൻഫാനി മിൻ ഉമ്മത്തി ലം അറഹുമാ ബഅദ്. എൻ്റെ ഉമ്മത്തിൽ രണ്ട് കൂട്ടർ ആളുകളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു കൂട്ടർ ഇനിയുള്ള കാലത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് വിധങ്ങൾ പഠിപ്പിക്കുകയാണ്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തും മാഇലാത്തും മുമീലാത്ത്. എൻ്റെ ഉമ്മത്തിൽ ചില പെണ്ണുങ്ങൾ ഉണ്ടാവും, അവർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അവർ നഗ്നരായിരിക്കും. എന്താ ഡ്രസ്സ് ഇട്ടിട്ട് നഗ്നരാകുന്ന പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്ന ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രമായിരിക്കും ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വസ്ത്രം ധരിക്കുന്ന വെറുതെയാണ്, അവർ നഗ്നരാണ്. അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾ പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രമായിരിക്കും ധരിച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, വസ്ത്രം ധരിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗം പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്, പുറത്ത് കാണിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ട്. മാഇലാത്തും മുമീലാത്ത്. അങ്ങനെയുള്ള സ്ത്രീകൾ മറ്റുള്ള ആണുങ്ങൾ നോക്കാനും ആകർഷിക്കാനും വേണ്ടി അവർക്ക് താല്പര്യമുണ്ടാക്കുന്ന രീതിയിൽ അവർ നടത്തം പോലും അവരുടെ അങ്ങനെ ആക്കുന്നു. അലാ റൂസിഹിന്ന മിസ്ലു അസ്നിമത്തിൽ ബുഖ്ത്. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരവരുടെ മുടികൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ മുടി ഇങ്ങനെ പെണ്ണുങ്ങൾ ചില മുടികളൊക്കെ ഇങ്ങനെ ഇതാക്കി വെക്കുമല്ലോ, ഇങ്ങനെ ഇതാക്കി വെക്കുന്നു. ലാ യദ്ഖുൽനൽ ജന്നത വലാ യജ്ദന റീഹഹ. അങ്ങനെയുള്ള സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജ്ദന റീഹഹ. സ്വർഗത്തിൽ പ്രവേശിക്കാമില്ല എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ സാധിക്കൂല. വഇന്ന റീഹഹ യതീറു ഇലാ ഹുനാ വഹുനാക്. ആ സ്വർഗത്തിന്റെ സുഗന്ധം കിലോമീറ്ററുകളോളം, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളോളം പരക്കുന്ന സുഗന്ധം സ്വർഗത്തിനുണ്ട്. എന്നാൽ പോലും ആ സുഗന്ധം പോലും അനുഭവിക്കാൻ അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ ആണും സൂക്ഷിക്കണം, പെണ്ണും സൂക്ഷിക്കണം. അങ്ങനെയാണ് സിനയിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റുക. തുടർന്ന് അള്ളാഹു പറയുന്നു, വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു ഹറാമാക്കിയ നഫ്സിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വധിക്കാൻ പാടില്ല. അന്യായമായിട്ട് ഒരാളെ കൊല്ലാൻ പാടില്ല. അന്യായമായിട്ട് നിങ്ങൾ ഒരാളെ കൊല്ലാൻ പാടില്ല. അപ്പൊ ന്യായത്തോട് കൂടി കൊല്ലാം. ന്യായത്തോട് കൂടി കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണത്തിന് ഒരാളെ വധിച്ചിട്ടുള്ള കൊലയാളി എന്ത് ചെയ്യണം? കൊല ചെയ്യേണ്ടി വരും. പക്ഷേ ആ നിയമം നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റാണ്. ആ കൊലയാളിയെ കൊല്ലുക എന്നുള്ളത് അന്യായമല്ല, അത് ന്യായമാണ്. അതേസമയത്ത് ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത ഒരാളെ അന്യായമായി വധിക്കാൻ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അമൻകുത്തല മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന. ആരെങ്കിലും അന്യായമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന. ആ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബക്കാർക്ക് അധികാരമുണ്ട്. എന്തിനുള്ള അധികാരം? കൊല ചെയ്ത ആളോട് പ്രതികാര നടപടി എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ ഇസ്ലാമിക നിയമപ്രകാരം എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഉപ്പയെ, എൻ്റെ സഹോദരനെ ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ കൊലയാളിക്കെതിരെ കേസ് വരും. അപ്പൊ ആ കൊലയാളിക്ക് ശിക്ഷ കൊടുക്കണോ, അതല്ല കൊല ചെയ്യപ്പെട്ട എൻ്റെ സഹോദരന് വലിയ കഫാറത്ത്, പ്രായശ്ചിത്ത ധനം, ദയാധനം നൽകണം എന്നോ തീരുമാനിക്കേണ്ടത് കുടുംബക്കാരനായ ഞാനാണ്. കാരണം തീരുമാനിക്കേണ്ട കാരണം കൊലയാളെ കൊന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപകാരമില്ല. അതേ സമയത്ത് ഒരു വലിയൊരു എമൗണ്ട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്, എന്ത് ചെയ്യും? കൊല ചെയ്യപ്പെട്ട എൻ്റെ സഹോദരന്റെ ഭാര്യക്കും മക്കൾക്കും അത് ഉപകാരപ്പെടുമല്ലേ. അപ്പൊ രണ്ടാൾ എന്ത് സ്വീകരിക്കണം എന്നുള്ള അവകാശം ആർക്കാണുള്ളത്? അത് ആ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബക്കാർക്കാണുള്ളത്. അതുകൊണ്ടാണ് യമനിലൊക്കെ നടന്ന നിമിഷപ്രിയയുടെ വിഷയത്തിൽ കടന്നില്ലേ? നിമിഷപ്രിയ എന്ന് പറയുന്ന മലയാളി ഭർത്താവിനെ കൊന്നു,
ആ ആ നിമിഷപ്രിയയെ കൊല്ലണോ അതല്ല കുടുംബത്തിന് ദയാദനം ബ്ലഡ് മണി കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് ആ കൊല ചെയ്യപ്പെട്ട ആളുടെ സഹോദരനാണ്, അല്ലെ കുടുംബക്കാരാണ്. ശിക്ഷ ഒഴിവോ രണ്ടാലൊന്നും സ്വീകരിക്കലാണ്. ഒന്നുകിൽ ഇയാളെ കൊല ചെയ്യും, അതല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നതിന് പകരം വലിയ ബ്ലഡ് മണി കൊടുക്കണം. പക്ഷെ അത് ആര് തീരുമാനിക്കും? ഇത് കുടുംബക്കാരെ തീരുമാനിക്കുക. രക്ഷപ്പെടും. അത് രക്ഷപ്പെടൂല. പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്തല്ലേ. കൊന്ന കുറ്റം ഉണ്ടാവും. ദുനിയാവിൽ രക്ഷപ്പെടുന്നുള്ളൂ. ദുനിയാവിലെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ മാത്രമേ ഉള്ളൂ. കാരണം കൊന്ന കുറ്റത്ത് ഒഴിവാണെങ്കിൽ ആര് പൊറുക്കണം? കൊല ചെയ്യപ്പെട്ട ആൾ പൊറുക്കണം. അയാളല്ല അന്യായ കൊല ചെയ്യപ്പെട്ടത്. ഇതിൽ കൂടി നമ്മൾ ചെയ്യുന്നത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യയും മക്കളും അനാഥരായല്ലോ, ഭാര്യ വിധവയും മക്കൾ അനാഥരായി, ഇവരുടെ ലൈഫ് എന്ത് ചെയ്യുക? ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഒരാളെ കൊല ചെയ്യപ്പെട്ടു, കൊന്ന കൊലയാളെ പിടിച്ച് ജയിലിടും. വലിയ ബ്ലഡ് മണി ഒരു എമൗണ്ട് ഒന്നും ആർക്ക് കിട്ടൂല, മക്കൾക്ക് കിട്ടൂല. ചെറിയൊരു എമൗണ്ട് ഒക്കെ കിട്ടുന്ന അത് ഇവർക്ക് ഉപകാരപ്പെടില്ല. കാലാകാലം മരണപ്പെട്ട ഉപ്പാനെ ആലോചിച്ച് ദുഃഖിച്ച് ജീവിക്കണ്ട. ഫലാ യുസ്രിഫ് ഫിൽ ഖത്ല്, നിങ്ങൾ കൊലയിൽ അതിര് കടക്കാൻ പാടില്ല. ഇന്നഹു കാന മൻസൂറ, അതിര് കാരണം കൊല അത്ര വ്യാപകമാണ്. അപ്പൊ നമ്മൾ ഗസയിലും ഫലസ്തീനിലൊക്കെ നടക്കുന്ന കൊലയെ കുറിച്ചൊക്കെ പറഞ്ഞുകൊടുക്കുന്നില്ലേ? ഇതേ അളവിൽ തന്നെ ഇപ്പോഴും കൊല നടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ആഫ്രിക്കയിൽ സുഡാനിൽ ഇപ്പൊ ആഭ്യന്തര കലാപം നടക്കുകയാണ്. അതായത് ഭരണം പിടിക്കാൻ വേണ്ടി രണ്ട് പൊളിറ്റിക്കൽ ശക്തികൾക്കെതിരെ യുദ്ധം നടക്കുകയാണ്, ആഭ്യന്തര വാർ. അതിൽ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കൊല ചെയ്യപ്പെടുകയാണ്. അന്യായമായി കൊല ചെയ്യപ്പെട്ട മനുഷ്യചരിത്രത്തിൽ എത്ര ഉള്ളത്? മനുഷ്യചരിത്രത്തിൽ എത്ര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്? നമ്മളെ ആധുനിക കാലഘട്ടം എന്ന് പറയപ്പെടുന്ന ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ തന്നെ 2 ലോകമഹായുദ്ധങ്ങൾ നടന്നില്ലേ? 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം. ഈ 2 യുദ്ധങ്ങൾ മരണപ്പെട്ടത് ചില്ലറ ആൾക്കാരുണ്ടാവും, ലക്ഷക്കണക്കിന് മനുഷ്യരില്ലേ മരണപ്പെട്ടത്. അതിൽ സാധാരണക്കാരില്ലേ, സൈനികരില്ലേ. ഇനി ആ 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് 1950-ന് ശേഷം ലോകത്ത് എത്ര യുദ്ധങ്ങൾ വേറെ നടന്നിട്ടുണ്ട്? മിഡിൽ ഈസ്റ്റിൽ US എത്ര യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്? എത്ര മനുഷ്യരെ കൊന്നു തള്ളിയിട്ടുണ്ട്? കോളനൈസേഷൻ സംഭവിച്ചില്ലേ? ബ്രിട്ടൻ പോലുള്ള, ഫ്രാൻസ് പോലുള്ള, ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ പോയിട്ട് അവരുടെ കോളനികളാക്കി ആ രാജ്യത്ത് അവരുടെ ഭരണം പിടിച്ചെടുക്കാനും ഭരണം സ്ഥാപിക്കാനും വേണ്ടി അവിടെ എത്ര കൊലകൾ നടന്നിട്ടുണ്ട്? വിപ്ലവങ്ങൾ എത്ര കൊലകൾ നടന്നിട്ടുണ്ട്? എത്ര കൊലകളാണ് മനുഷ്യചരിത്രത്തിൽ നടന്നത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു അന്യായമായിട്ടുള്ള ഒരു കൊല ചെയ്യപ്പെടും. എന്ത് പറയുന്നത്? നമ്മളെ കേരളത്തിൽ തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എത്ര മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്? നമ്മളെ കണ്ണൂരിൽ എത്ര മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്? എത്ര വിധവ ഉണ്ടായിട്ടുണ്ട്? എത്ര അനാഥരുണ്ടായിട്ടുണ്ട്? ഈ രാഷ്ട്രീയ പകപോക്കലുടെ പേരിൽ കൊല ചെയ്യപ്പെട്ട ആൾക്കാർ എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും ഉണ്ടായിട്ടില്ലേ? വലാ തഖറബു മാലൽ യതീം, നിങ്ങൾ യതീമീങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ അടുക്കാൻ പാടില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. ഇല്ലാ ബില്ലത്തി അഹ്സൻ, യതീമിന്റെ സമ്പത്ത് തൊട്ട് കളിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം തൊട്ട് കളിക്കണം. ഹത്താ യബ്ലുഗ അശ്ദ, ആ യതീമിന് പ്രായപൂർത്തിയാകുന്നത് വരെ. ഉദാഹരണത്തിന് നമ്മുടെ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെടുന്ന സമയത്ത് അളിയൻ അത്യാവശ്യം സമ്പത്തും വീടും കച്ചവടം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ചെറുതാണ്, അവർക്ക് 5-10 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? ആ സമ്പത്ത് നോക്കി നടത്താം. പക്ഷെ ആ നോക്കി നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, അതിൽ നിന്ന് ഒരു ഉറുപ്പിക പോലും നമ്മളെ കയ്യിലേക്കാൻ പാടില്ല. ഓളെയും മക്കളെ ഞാനല്ല നോക്കുന്ന, എനിക്ക് അതിൽ നിന്ന് എടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ ഒരു ഉറുപ്പിക എടുക്കാൻ പറ്റില്ല. കാർണോറ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. കണ്ണൂരിൽ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാർണോറ നിലവിൽ നോക്കുക. സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ട പിന്നെ എല്ലാം നോക്കുക കാർണോറും പെണ്ണിൻ്റെ കുടുംബക്കാരല്ലേ. അപ്പോൾ സൂക്ഷിക്കണം, ആ യതീമിയുടെ സമ്പത്തിൽ നിന്ന് ഒരു ഉറുപ്പിക പോലും കയ്യിലാകാൻ പാടില്ല. ഈ മക്കൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ സമ്പത്ത് എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് ആ മക്കളെ ഏൽപ്പിക്കണം. അവരുടെ ജോലി ആവശ്യം, അവർക്ക് എന്താണോ ഉപകാരപ്പെടുന്നത് ആ രീതിയിൽ ഉപയോഗിക്കണം. വഔഫു ബിൽ അഹദ്, നിങ്ങൾ കരാറിനെ പൂർത്തിയാക്കണം. ഇന്നൽ അഹദ കാന മസ്ഊല, കാരണം കരാറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് യതീമീങ്ങളുടെ സംരക്ഷണത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
പ്രവാചകന്റെ കൈ ഇങ്ങനെ കാണിച്ചിട്ട്, വിരലുകൾ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി കഹാതീൻ വഅശാറ ബി ഉസ്ബുഇഹി അനി അസ്സബാബത്തുൽ ഉസ്ത. നാളെ അന്ത്യനാളിൽ ഞാനും അനാഥകളെ സംരക്ഷിച്ച ആളുകളിൽ ഇപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൈ, ഞാനും അനാഥകൾ. ഇതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസും പറഞ്ഞിട്ടുണ്ട്, നാളെ അന്ത്യനാളിൽ ഞാനും അതുപോലെ തന്നെ വിധവകൾക്ക് വേണ്ടി ഓടി നടന്ന ആളുകളും ഖിയാമത്ത് നാളിൽ ഇങ്ങനെയായിരിക്കും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വിധവകൾക്ക് വേണ്ടി, യതീമ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കലും അവർക്ക് വേണ്ടി അധ്വാനിക്കലും വളരെ നന്മയുള്ള കാര്യമാണ്. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫർ നബി ത്വാലിബ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളാപ്പയായ അബൂ ത്വാലിബിന്റെ മോനാണ്. മുഅത്ത യുദ്ധത്തിൽ വെച്ച് ജാഫർ നബി ത്വാലിബ് മരണപ്പെട്ടു. ജാഫർ നബി താലിബ് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റെടുത്തത്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത സഹാബിയാണ്. ഉഹുദ് യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കളുടെ സംരക്ഷണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റെടുത്തത്. അബൂ സലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത സഹാബിയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യം വിവാഹം കഴിച്ചത് ഖദീജ ഭാര്യയായിരിക്കുന്ന സമയത്ത് ആരെയും വിവാഹം കഴിച്ചിട്ടില്ല. ഖദീജ മരണപ്പെടുന്നത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, 25-ാമത്തെ വയസ്സിൽ ഖദീജ ബിവി വിവാഹം കഴിച്ചു. മദീനത്ത് പോകുന്നതിന്റെ 3 വർഷം മുമ്പ് മരണപ്പെട്ടു. മദീനത്തേക്ക് പോയത് എത്രാമത്തെ വർഷത്തിലാണ്? 53-ാമത്തെ വർഷത്തിൽ, 50-ാമത്തെ വയസ്സിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഖദീജക്ക് മരണത്തിന് ശേഷമാണ് നബിതങ്ങൾ എന്ത് ചെയ്തത്? 1-ൽ കൂടുതൽ വിവാഹം കഴിച്ചത്. 50 വയസ്സ് വരെ നബിതങ്ങൾക്ക് ഒരൊറ്റ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 50 വയസ്സിന് ശേഷമാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 1-ൽ കൂടുതൽ വിവാഹം കഴിക്കുന്നത്. അക്കാലഘട്ടങ്ങളിൽ 1-ൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട യുക്തികളൊന്ന് വിധവകളെയും അനാഥകളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. യുദ്ധം നടന്നു വിചാരിക്കാം. യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ ഒരുപാട് സഹാബികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭാര്യ വിധവയായി മാറും, ആ മക്കൾ യതീമികളായി മാറും. അപ്പൊ ഇവരാരെങ്കിലും നോക്കണ്ടേ, ഇവരാരെങ്കിലും സംരക്ഷിക്കണ്ടേ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച സ്ത്രീയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ വിധവകളായിരുന്നു. ഉമ്മു സലമയുടെ മകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് വളർന്നത്. ഉമ്മു സലമയുടെ മകൻ എന്ന് വെച്ചാൽ ഉമ്മു സലമക്കും അബൂ സലമക്കും ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. ഉമർ ബിൻ അബീ സലമ എന്ന കുഞ്ഞിന്റെ പേര്. ആ കുഞ്ഞ് നബിതങ്ങളെ വീട്ടിൽ നബിതങ്ങളെ ശിക്ഷണത്തിലാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, ഈ ഭക്ഷണത്തിന്റെ മര്യാദയുമായി ബന്ധപ്പെട്ട ഹദീസാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമർ ബിൻ അബീ സലമയെ അടുത്തിരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ പഠിപ്പിക്കും. യാ ബുനയ്യ കുൽ ബി യമീനിക് ഉസമ്മില്ല വക്കുൽ ബി യമീനിക് വക്കുൽ മിമ്മാ യലീക്. ഉമറെ, നീ ബിസ്മി ചൊല്ലി കഴിക്ക്. ഉമറെ, നിന്റെ അടുത്തുനിന്ന് കഴിക്ക്. ഉമറെ, ബിസ്മില്ല വക്കുൽ ബി യമീനിക്, നിന്റെ വലത് കൈകൊണ്ട് കഴിക്ക് എന്ന് പറയുന്ന ഹദീസ്. ഇത് നബിതങ്ങൾ പറയുന്ന ആരാണ്? നബിതങ്ങളെ വീട്ടിൽ വളരുന്ന നബിതങ്ങളെ പോറ്റുകുട്ടിയായ അബൂ സലമ, വേറൊരാളുടെ മോനെ നബിതങ്ങൾ വളർത്തുകയാണ്. വേറൊരാളുടെ മകനെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പോറ്റി വളർത്താണ്. എത്ര ആൾക്കാർക്ക് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഹിമ്മത്ത് ഉണ്ടാവും? അങ്ങനെ ഹിമ്മത്ത് എത്ര ആൾക്കാർക്ക് ഉണ്ടാവും? നിങ്ങൾ കരാറിനെ പാലിക്കണം. കരാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ചോദിക്കപ്പെടുന്നതാണ്. കരാർ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആളുകളായിട്ട് പല വിഷയത്തിൽ കരാറിലാവും. കച്ചവടത്തിന്റെ കാര്യത്തിൽ കരാറുണ്ടാവും. ഈ യതീമികളെ ഏറ്റെടുക്കൽ ഒരു കരാറാണ്. ഓളെയും അതുപോലെ തന്നെ മക്കളെയും ഞാൻ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചില ആൾക്കാർ വിവാഹത്തിന് മുതിരുക. വിവാഹം കഴിച്ചതിന് ശേഷം മക്കളെ കാര്യം നോക്കൂല. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ എന്ത് ചെയ്യാം, ഒരു വിധവയെ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർക്ക് ഒരു 2 മക്കളുണ്ട് വിചാരിക്കാം. മക്കളെ കാര്യം ഞാൻ നോക്കിക്കോളും. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇയാൾ ആ സമയത്ത് പറയും. വിവാഹം കഴിച്ചതിന് ശേഷം മക്കളെ കാര്യം വരെ നോക്കൂല. അല്ല, ഇയാൾക്ക് കുട്ടികളായതിനു ശേഷം ആ പെണ്ണിന് വേറെ ഭർത്താവിനുണ്ടായ കുഞ്ഞ് നോക്കൂല. എനിക്ക് എൻ്റെ മക്കളെ കാര്യം നോക്കാൻ, എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് പറ്റുമോ എന്നത്. പക്ഷേ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം കഴിച്ചത്. അതിനുശേഷം കുട്ടീനെ നോക്കാത്ത വിഷയങ്ങൾ എത്ര ഉണ്ടാവും. അപ്പൊ കരാറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബഹ്റൈനിൽ നിന്ന് ഒരുപാട് സമ്പത്ത് വരാനുണ്ട്. അങ്ങനെ സമ്പത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഇന്ന് എത്ര സമ്പത്ത് തരുമെന്ന് പറഞ്ഞു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹ്റൈനിൽ നിന്ന് ആ സമ്പത്ത് വരുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ മരണപ്പെട്ടു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ കഴിഞ്ഞപ്പോൾ ബഹ്റൈനിൽ നിന്ന് സമ്പത്ത് വന്നു.
സമ്പത്ത് വന്ന ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. ജാബിർ റളിയല്ലാഹു അൻഹു അനാഥനായിരുന്നു കേട്ടോ. നബിതങ്ങളുടെ ഒരുപാട് ഹദീസുകൾ ജാബിർ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ബന്ധത്തെ കാണും. ഒരിക്കലും യാത്ര ചെയ്യുന്ന സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വാഹനമില്ല. നബിതങ്ങൾ എന്ത് ചെയ്തു? ഒരൊട്ടകത്തെ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് വെച്ചോ, പൈസ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ജാബിർ റളിയല്ലാഹു ഉപയോഗിക്കാൻ തുടങ്ങി. പൈസയുമായിട്ട് പിന്നെ വന്നപ്പോൾ പറഞ്ഞു, വേണ്ട, പൈസ വേണ്ട, നീ പൈസ തന്നെ വെച്ചോ. കാരണം ജാബിർ റളിയല്ലാഹു അൻഹു അനാഥനായിരുന്നു, യതീമായിരുന്നു. ആ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബിതങ്ങൾ പറഞ്ഞാണ്, ബഹ്റൈനിൽ നിന്ന് സമ്പത്ത് വന്ന് കിടക്കും, നിനക്ക് ഞാൻ തരും. പക്ഷെ ആ സമ്പത്ത് വരുന്നതിന് മുമ്പ് നബിതങ്ങൾ വഫാത്തായി. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായപ്പോൾ ആ സമ്പത്ത് വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഞാനിതാ തരാന്ന് അവരോട് കൊടുത്തു. അതെന്താണ്? കരാർ പാലിക്കലാണ്. കാരണം നബിതങ്ങൾ പറഞ്ഞ ആ കരാറിനെ പിന്നീട് വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഖലീഫ നടപ്പിലാക്കലാണ്. ഇന്നൽ അഹ്ദ കാന മസ്ഊല. കരാറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ